ഹായ് ഫ്രണ്ട്സ്, കുടുംബവിളക്കിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സരസ്വതി അമ്മ സിദ്ധാർത്ഥിനോട് സംസാരിക്കുന്നിടത്ത് നിന്നാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. തന്നെ കൂടി അമേരിക്കയ്ക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് സിദ്ധാർത്ഥ് നിരസിക്കുകയും തിരിച്ചു ചോദിക്കുന്നു, അമ്മയ്ക്ക് ഭയമാണല്ലേ സുമിത്ര ഇവിടുന്ന് ഇറക്കി വിടുമോ എന്ന്. അതോർത്ത് അമ്മ പേടിക്കണ്ട, ഞാൻ സുമിത്രയോട് സംസാരിക്കാം ആ കാര്യം. പിന്നീട് സ്വരമോൾ അച്ഛനെയും തിരക്കി സുമിത്രയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴാണ് അറിയുന്നത് അച്ഛൻ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയേക്കുവാണെന്ന്. അതിൽ സ്വര ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അനിരുദ്ധ് അനന്യയുടെ വീട്ടിലെത്തുകയും അവളോട് സംസാരിക്കുകയുമാണ്. താൻ ചെയ്തത് തെറ്റായി പോയി, അനന്യ എന്നോട് പൊറുക്കണം എന്ന് പറയുന്നു. എന്നാൽ അനന്യ അത് നിരസിക്കുകയും ഇനി അതിൻ്റെ ആവശ്യമില്ലെന്നും പറയുന്നു. അനന്യയെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ അമ്മയും അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ ആർക്കും ശല്യമാകില്ലെന്നും എന്നെയും ആരും ശല്യം ചെയ്യാൻ വരരുതെന്നും പറയുന്നു. എനിക്ക് ഇതിൽ കൂടുതലൊന്നും അനിരുദ്ധിനോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. അത് കേട്ടതിൽ അവളുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. സുമിത്രയും സ്വരമോളും അവർ വരുന്നതും കാത്തിരിക്കുകയാണ്. എന്നാൽ അനിരുദ്ധ് ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് സ്വരമോൾ സങ്കടത്തിലായി. സുമിത്ര മോളെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് വിടുന്നു. പിന്നീട് നടന്നത് എന്താണെന്ന് അനിരുദ്ധ് വിശദീകരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ശീതളും സരസ്വതി അമ്മയും നിൽപ്പുണ്ടായിരുന്നു. സുമിത്ര പറഞ്ഞു, അനന്യയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഇതിനിടയ്ക്ക് കുത്തിത്തിരിക്കാൻ സരസ്വതി അമ്മ ശീതളിന്റെ കാര്യം എടുത്തിടുന്നു. ഇവളും നിന്റെ മകളാണ്, സച്ചിയെ നീ അകറ്റാൻ നോക്കുന്നു. അത് കേട്ട് ശീതൾ കരയുകയും സുമിത്രയെ വിളിച്ചിട്ട് സങ്കടത്തിൽ അകത്തേക്ക് പോകുന്നു. പിന്നീട് സിദ്ധാർത്ഥും തന്റെ ജോലിക്കാരൻ കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. സർ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചോ? ശ്രീനിലയം തിരിച്ചു പിടിക്കണ്ടേ? അതൊക്കെ അനിരുദ്ധിനെ ഏൽപ്പിക്കാനാണോ പ്ലാൻ? അതെന്തായാലും ഇല്ല, പരമശിവൻ നല്ല പിടിപാടുള്ള ആളാണ്. ഞാൻ എവിടെയായിരുന്നാലും ശ്രീനിലയം തിരിച്ചു പിടിക്കും. പിന്നീട് അനന്യയെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് അവളുടെ അമ്മ. കിട്ടിയ അവസരം നല്ലതുപോലെ അവർ ഉപയോഗിച്ചു. അനന്യയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ജോലിക്ക് പറഞ്ഞുവിടാനുള്ള ശ്രമത്തിലാണ് അവർ. എന്നാൽ സ്വരമോളെ മറക്കാൻ തനിക്ക് പെട്ടെന്ന് കഴിയില്ലെന്നും കുറച്ച് സമയം കൂടി വേണമെന്നും പറയുന്നു. പിന്നീട് ശീതൾ സിദ്ധാർത്ഥിനോട് സംസാരിക്കുകയാണ്. അച്ഛ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സച്ചിനുമായി അമ്മ ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കും? മോളെ, നീ ഇത്രയും കാലം അവനിൽ നിന്ന് അനുഭവിച്ചതൊക്കെ മറന്നോ? സ്ത്രീ ഒരിക്കലും പുരുഷന്റെ അടിമയല്ല. മോൾ അവനെ ഡിവോഴ്സ് ചെയ്യണം. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. കുടുംബവിളക്ക് സീരിയലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.